ശബരിമല സ്വർണ്ണപ്പാളിക്കുള്ള അണ്ണാക്കിൽ പഴവും തിരികി പെരുന്നാപ്പോപ്പും നടേശഗുരുവും. ആചാര സംരക്ഷണത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായ രണ്ട് സമുദായ പ്രമാണികൾ ശബരിമലയിൽ നടന്ന തീവട്ടിക്കൊള്ള അറിഞ്ഞേയില്ല, പ്രതികരിക്കുന്നുമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് സകല പിന്തുണയും അർപ്പിച്ച് മുൻപന്തിയിൽ നിന്ന ഈ രണ്ട് തീവട്ടി സമുദായ നേതാക്കന്മാരും ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും വമ്പിച്ച തീവട്ടിക്കൊള്ള നടത്തിയിട്ടുണ്ട്, വൻപിച്ച വിലയ്ക്ക് ഇവന്മാർ അത് മറച്ചു വിറ്റിട്ടുണ്ട് എന്ന പരാമർശം നടത്തിയിട്ട് പോലും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ട് പോലും ഇതുവരെ ഈ വിഷയത്തിൽ ഇവന്മാർ പ്രതികരിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സമുദായാംഗങ്ങളെ, ഈ നാട്ടിലെ നായന്മാരെ, ഈഴവന്മാരെ, നിങ്ങൾ ഈ രണ്ട് സമുദായ പ്രമാണിമാരോട് ചോദിക്കണം, നിങ്ങളുടെയൊക്കെ അണ്ണാക്കിൽ പഴം തിരികെ വെച്ചിരിക്കുകയാണോ ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ എന്ന്. നമുക്കറിയാം, 2018 ശബരിമല യുവതീ പ്രവേശനമുണ്ടായപ്പോൾ അന്ന് കേരളമൊട്ടാകെ നാമജപ ഘോഷയാത്ര സ്വന്തം നിലയ്ക്ക് നടത്തിയവരാണ് ഈ NSS. അപ്രകാരം അന്ന് തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് യുവതികൾക്ക്, അമ്മമാർക്കെതിരെ ഇന്നും കേസ് നിലവിലുണ്ട്. സർക്കാർ തങ്ങളുടെ സത്യവാങ്മൂലത്തിൽ നിന്നും പിൻവാങ്ങില്ല. അന്നെടുത്ത ഈ കേസുകളുടെ മേൽ യാതൊരു പരിഗണനയും ഉണ്ടാവില്ല, കേസുമായി മുന്നോട്ട് പോകും എന്ന ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഇത്തരുണത്തിൽ എന്തുകൊണ്ടാണ് സമുദായ നേതാക്കൾ അപ്രകാരം ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിന് സകല പിന്തുണ കൊടുക്കുകയും, എന്നാൽ ശബരിമല ശാസ്താവിൻ്റെ ആ സ്വർണം മോട്ടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് സമുദായ പ്രമാണിമാരും മിണ്ടാതിരിക്കുന്നത് എന്ന് വിശ്വാസികളെ നിങ്ങൾ ചോദിക്കണം. ഒന്നുകിൽ ഇവന്മാർക്ക് അതിൻ്റെ പങ്ക് കിട്ടിയിട്ടുണ്ടാവണം, അതല്ലെങ്കിൽ ഇവന്മാർ രാഷ്ട്രീയപരമായി പിണറായിയുടെ അടിമയായി, പിണറായിയുടെ ചെരുപ്പ് നിൽക്കുന്നു. എല്ലാ സമുദായത്തിലെയും വിശ്വാസികൾ അടിമകൾ ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? ക്രൈസ്തവ സഭകളിൽ നമുക്കറിയാം, നൈറ്റ് ഇട്ടവന്മാർക്കെതിരെ മുണ്ണക്കുഞ്ഞാടുകളുടെ വാ പൊളിയാറില്ല. അതുപോലെ ഹൈന്ദവ സമുദായത്തിലും എന്തുകൊണ്ടാണ് ഈ സമുദായ പ്രമാണിമാരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കും താൻപോരിമകൾക്കുമെതിരെയും പ്രതികരിക്കാത്തത്? ഇത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ രാഷ്ട്രീയം നോക്കി, നാളും പക്കവും നോക്കി പ്രതികരിക്കുകയാണോ വേണ്ടുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം ആചാര ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട, തങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ധ്വംസനങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായി, തീവ്രമായി നിലപാടെടുക്കുന്ന NSSൻ്റെ നേതൃത്വം അണ്ണാക്കിൽ പിരിയും വെട്ടിയിരിക്കുന്നത്? ഈ കുറ്റകരമായ നിശബ്ദത ഇവരും ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഓരോ നായന്മാരും ഈ പെരുന്നയിലിരിക്കുന്ന സുകുമാരൻ നായരോട് ചോദിക്കണം, എന്തുവാടാവേ, നിങ്ങളുടെ വായിൽ എന്താണ് പിരിവെട്ടിയിരിക്കുകയാണോ? ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? പാളിയുടെ വല്ല അംശവും അതിൻ്റെ വല്ല പങ്കും തനിക്ക് കിട്ടിയിരുന്നോ? ആഗോള അയ്യപ്പ സംഗമത്തിൽ കാണിച്ച ആ ഉത്സാഹം എന്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ഓരോ നായന്മാരും ഈ സമുദായ പ്രമാണിയോട് ചോദിക്കണം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ശക്തമായി പ്രതികരിക്കുക. അതുപോലെ ഈ നാട്ടിലുള്ള സകല ഈഴവന്മാരും എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ശ്രീനാരായണീയർ വെറുക്കുന്ന, ശ്രീനാരായണീയരുടെ രക്തമൂറ്റി വീർത്ത കുളയട്ടയായ ഈ വൃത്തികെട്ടവൻ, ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന തീവട്ടിയെ തൻ്റെ വാഹനത്തിൽ കയറ്റി ചുമന്നുകൊണ്ടാണ് പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. ആ വേദിയിൽ ഇവർ പരസ്പരം ചൊറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇനിയും ഒരു തെരഞ്ഞെടുപ്പുണ്ടായാൽ പിണറായി വരുമെന്നും അയാൾ മുഖ്യമന്ത്രിയാകുമെന്നും ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുകയും തിരിച്ച് പിണറായി വെള്ളാപ്പള്ളിയെ ചൊറിയുകയും ചെയ്തു. പക്ഷേ ശബരിമലയിൽ ഉണ്ടായി തീവട്ടിക്കൊള്ളയെക്കുറിച്ച് ഇതുവരെ നടേശന്റെ വായിൽ നിന്നും ഒന്നും മൊഴിഞ്ഞു കണ്ടില്ല. അല്ലായിരുന്നുവെങ്കിൽ കടുത്ത ഭാഷയിൽ നാവാട്ടവുമായി ഇറങ്ങുന്ന വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് നടേശൻ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാ ഈഴവന്മാരും ഈ വെള്ളാപ്പള്ളിയോട് ചോദിക്കണം, താൻ എന്തുവാണ്
ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത്? തനിക്കും ഇതിൻ്റെ പങ്ക് കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ കുറ്റകരമായ ഈ മൗനം പാലിക്കുന്നത് എന്ന്? കാരണം വെറും ഊഹാപോഹങ്ങളല്ല ഇത്. കൃത്യമായി കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കണ്ടെത്തുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി തന്നെ ഇടപെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയും ചെയ്ത ഒരു വിഷയമാണിത്. അതുകൊണ്ട് ഇവിടുത്തെ ഈ സമുദായ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു, ആശ്ചര്യപ്പെടുത്തുന്നു. ഇതിനർത്ഥം ഇവന്മാരും ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ്, ഇവന്മാർക്കും ഈ കച്ചവടത്തിൽ പങ്ക് കിട്ടിയിട്ടുണ്ട്. അന്നേരം തരം പോലെ കാട്ടിന് തൂറ്റുന്ന ഇവന്മാരെ, വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കുക. അതല്ലായിരുന്നുവെങ്കിൽ ഇവന്മാർ നിങ്ങളെ തട്ടിക്കൂട്ടി തെരുവിലിറക്കിയേനെ. അന്ന് നാമജപ ഘോഷയാത്രയ്ക്ക് ഇറക്കിയ ആയിരക്കണക്കിന് അമ്മമാരുടെ പേരിൽ ഇപ്പോഴും കേസുകളുണ്ട്. ഈ സർക്കാർ ആ സത്യവാങ്മൂലത്തിൽ നിന്നും പിന്മാറില്ല, എടുത്ത കേസുകൾ പിൻവലിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ്. ഇതിൽ നിന്നും തന്നെ ഇവന്മാരുടെ കപടത നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? നിങ്ങളുടെ സമുദായ നേതാക്കന്മാർക്ക് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന കൊടും കള്ളൻ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തിയ ആ തീവട്ടി, അവൻ അകത്ത് പോകാതിരിക്കണമെങ്കിൽ പിണറായിയുടെ ചെരുപ്പ് നക്കി കൊടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുപോലെ സുകുമാരൻ നായരും കോടികളുടെ തട്ടിപ്പ്, NSSുമായി ബന്ധപ്പെട്ട കോടികളുടെ ക്രമക്കേട്, അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കോടികളുടെ കോഴകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തീവട്ടിക്കും പിണറായിയുടെ ചെരുപ്പ് നക്കി കൊടുത്തേ മതിയാവൂ. പക്ഷേ വിശ്വാസികളെ, നിങ്ങൾക്കോ, നിങ്ങളുടെ വിശ്വാസത്തെയാണ്, നിങ്ങൾ നൽകിയ ആ കാണിക്കയാണ് ഈ കാട്ടുകള്ളന്മാർ അടിച്ചുകൊണ്ടു പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സമുദായങ്ങളുടെ അമരത്തിരിക്കുന്ന ഈ തീവട്ടികൾ രാഷ്ട്രീയം കളിക്കുന്നു, അവന്മാരുടെ സ്വാർത്ഥലാഭം വെച്ച് മിണ്ടാതിരിക്കുന്നു. ഇത്രയും ഗുരുതരമായ ഈ വിഷയത്തിൽ നിങ്ങൾ ഇനിയെങ്കിലും പ്രതികരിക്കുക. ഈ വിഷയത്തിൽ മറ്റൊരു മുതലെടുപ്പ് ഇന്ന് നടക്കുവാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശബരിമലയിരിക്കുന്ന ജില്ലയായ പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിശ്വാസ സംഗമം ഇന്ന് 4 മണിക്ക് നടക്കുവാൻ പോവുകയാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ കർണാടക ലോബിയുടെ, കർണാടക മാഫിയയുടെ കാൻഡിഡേറ്റായ KC വേണുഗോപാലാണ് വിശ്വാസ സംഗമത്തിന്റെ ഉദ്ഘാടകൻ. അങ്ങനെ KC വേണുഗോപാലിന്റെ വലിയ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും പ്രൊമോഷൻസുമെല്ലാം കർണാടക ലോബിയുടെ സൈബർ വിങ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിശ്വാസാധിഷ്ഠിതമായ പ്രശ്നത്തിൽ ഊന്നി ഹൈന്ദവരെ ഒന്നിളക്കി അതിൻ്റെ പേരിൽ 10 വോട്ട് പിടിക്കാം എന്ന് കരുതിയാണ് ഈ കേരളത്തിൽ യാതൊരു റോളുമില്ലെങ്കിലും KC വേണുഗോപാലിനെ ഈ വർഗീയ പരിപാടിയുടെ ഉദ്ഘാടകനായി ഇവിടെ കൊണ്ടുവരുന്നത്. അതിലൂടെ കർണാടക ലോബി ലക്ഷ്യം വെക്കുന്നത് ഇയാളെ ഒരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഒന്ന് പൊസിഷൻ ചെയ്ത് കൊണ്ടുവരാം, ഈ അവസരം മുതലെടുക്കാം എന്ന് കരുതിയാണ് ഇന്ന് പത്തനംതിട്ടയിൽ വൈകിട്ട് 4 മണിക്ക് വിശ്വാസ സംഗമം ഇവന്മാർ തട്ടി കൂട്ടിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ എത്രത്തോളം ആളുകൾ കൂടുന്നു എന്നത് അനുസരിച്ചായിരിക്കും ഇവന്മാരുടെ വിജയം. ഈ പരിപാടിയിൽ ആൾ കൂടിയില്ലെങ്കിൽ, ഈ പരിപാടിയിൽ സ്ത്രീ പങ്കാളിത്തം ഉണ്ടായില്ലെങ്കിൽ ഈ പരിപാടി 8 നിലയിൽ പൊട്ടി എന്ന് ജനങ്ങൾ വിലയിരുത്തും. അതേസമയം ഇവർക്ക് സ്ത്രീകളെ മൊബിലൈസ് ചെയ്യുവാൻ സാധിച്ചാൽ, വമ്പിച്ച ഒരു ബഹുജന മുന്നേറ്റം ഈ വിശ്വാസ സംഗമത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചാൽ അത് ഇവന്മാരുടെ ഒരു വിജയമായി അവർക്ക് അവകാശപ്പെടുവാൻ സാധിക്കും. കാരണം ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതുപോലൊരു പരിപാടി ആഹ്വാനം ചെയ്ത് ആസൂത്രണം ചെയ്ത് അത് വിജയിപ്പിക്കുവാണെങ്കിൽ ആ കർണാടക ലോബിയുടെയും കനകുലുവിൻ്റെയും ആ സ്ട്രാറ്റജി ആദ്യത്തേത് ഏതാണ്ട് ശ്രദ്ധേയമായി എന്ന് നമുക്ക് പറയുവാൻ പറ്റും. പക്ഷേ അതെല്ലാം ഇന്നത്തെ ഒരു ജനപങ്കാളിത്തം, എത്രത്തോളം സ്ത്രീകൾ ഇന്നത്തെ വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ആ ഒരു വിലയിരുത്തലുകൾ ഉണ്ടാകാൻ പോകുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ട് പല പരിപാടികളും കോൺഗ്രസ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. 4 മേഖലാ ജാഥകൾ ഇതിനോടനുബന്ധിച്ചവർ നടത്തുന്നുണ്ട്. അതുപോലെ പല പരിപാടികളും കോൺഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിയമസഭയിൽ നമ്മൾ കഴിഞ്ഞ 4 ദിവസങ്ങളായി തുടർച്ചയായിട്ട് ഇവർ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിലെല്ലാം ഉപരി തന്ത്രി കണ്ഠരര്, രാജീവരര് ശബരിമലയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് തൻ്റെ അറിവോടും അനുമതിയോടും കൂടി അല്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും, അതുപോലെ കൊണ്ടുപോയത് ചെമ്പായിരുന്നില്ല സ്വർണമായിരുന്നു എന്ന പ്രസ്താവനയും സർക്കാരിനെ ചില്ലറയൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
അവർ വളരെയേറെ കടുത്ത പ്രതിസന്ധിയിലാണ് ഈ ശബരിമല വിഷയത്തിൽ. ഈ ശബരിമല വിഷയം ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ജനങ്ങളിലേക്ക്, വിശ്വാസികളിലേക്ക് എത്തിക്കുവാൻ ഈ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ടും ഈ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. ഇതൊരു രാഷ്ട്രീയപരമായ വാക്പയറ്റ് എന്ന നിലയ്ക്ക് മാത്രമാണ് ഇത്രയും ദിവസവും ഇന്ന് വരെ ഇത് പോയത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കാൻ പോകുന്ന ആ വിശ്വാസ സംഗമത്തിൻ്റെ ആ ജനബാഹുല്യം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആ പാർട്ടിസിപ്പേഷൻ കണ്ട ശേഷം മാത്രമേ ഇത് എത്രത്തോളം ഒരു വിശ്വാസികളുടെ ഇടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് വിലയിരുത്തുവാൻ പറ്റി. അപ്രകാരം ഒരു വിശ്വാസ സമൂഹത്തെ നല്ലൊരു നിലയ്ക്ക് ലക്ഷക്കണക്കിന് വിശ്വാസികളെ പത്തനംതിട്ടയിലേക്ക്, ഈ വിശ്വാസ സംഗമ നഗരിയിലേക്ക് കോൺഗ്രസിന് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അത് അവരുടെ ഒരു അച്ചീവ്മെൻ്റായി തന്നെ നമുക്ക് കരുതാം. എന്നാൽ അതിൽ എത്രത്തോളം യുവതികളുണ്ട്, വീട്ടമ്മമാരുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ പരിപാടിയുടെ ഒരു ജയപരാജയ വിലയിരുത്തൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ നമുക്കിനി ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാനൊരു ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടറാണ്. എന്റെ പേര് ഡോക്ടർ ഉഷ. ഞാൻ താങ്കളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ നമ്മള് ഏകദേശം ഇതിന്റെ രാഹുലിന്റെ കാര്യത്തിൽ നമ്മളൊരു ഇതായല്ലോ. ഇപ്പൊ ഇനി താങ്കള് അത് ഏകദേശം ജനങ്ങൾക്കെല്ലാം നമ്മള് ആ വീഡിയോകളെല്ലാം നല്ല ഇതില് ഒരു ഇത് കിട്ടുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി ഒരു പഠനമായിട്ട് നമുക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് നല്ല കാര്യമാണ്. എന്നാന്ന് വെച്ചാൽ രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യന് അവന്റെ ഭാഗത്തൊരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും അത് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അത് 100% താങ്കളുടെ അഭിപ്രായം എല്ലാ വീഡിയോയും നല്ലതാണ്. ഇനി താങ്കൾ അത് അവിടെ വിടുക, അയാളെ വിടുക. VD സതീശനെ വിട്ടിട്ട് നമ്മുടെ സമകാലീന പ്രശ്നമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഈഴവ സമുദായത്തിലുള്ള ആളാണ്. അപ്പം നമ്മുടെ സ്വാമി അയ്യപ്പനെ ഈ തരത്തിലാക്കി തീർത്ത്, അതായത് 2019 അവര് ഞാൻ രാഷ്ട്രീയമല്ല കേട്ടോ പറയുന്നത്. 2019 അത് എല്ലാം സ്വർണം പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു സംഭവം ആ പെണ്ണുങ്ങളെ കയറ്റി അയ്യപ്പന്റെ ഈ സ്വർണ്ണ പൊതിഞ്ഞ ഉള്ള പാളികളെല്ലാം അടിച്ചു മാറ്റി ആ പെണ്ണുങ്ങളെ കയറ്റി അവിടെ ഞങ്ങള് സാധാരണ ഹിന്ദുക്കൾ പറയും ചാണകവെള്ളം തെളിക്കുവാന്ന്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ അടിച്ചു മാറ്റിയതിന്റെ ബാക്കി പത്രമായിട്ടാണ് പെണ്ണുങ്ങളെ കയറ്റി അവിടെ നശിപ്പിച്ചത്, ചാണകവെള്ളം തെളിച്ചത്. അപ്പം അത് അഴിമതിയുടെ ഒരു വലിയ ഒരു ഇതാണ്, മഞ്ഞുമലയാണല്ലോ അത്. അപ്പൊ അതിനെപ്പറ്റി താങ്കൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. കേക്കച്ചനും അയാളുടെ പാട്ടിന് പോട്ടെ, അയാൾ ചെയ്തതിന്റെ അത് സാമാന്യ ജനത്തിന് മനസ്സിലാവുമല്ലോ. ഒരു ചെറുപ്പക്കാരനാണ്, അവന്റെ ഭാവി ആ രീതിയിൽ തുലയ്ക്കരുത്. എന്നാന്ന് വെച്ചാൽ ഒരു പരാതി പോലും ഇല്ലാതെ അവനെ ആ രീതിയിലാക്കുമ്പോ ഞാനൊരു 63 വയസ്സായ ഒരു അമ്മയാണ്. എനിക്കും ഉണ്ട് ഒരു മകൻ. അപ്പം നമ്മള് ആ രീതിയിലോട്ട് ഒന്ന് ചെറിയൊരു ചവിടുമാറ്റം നടത്താൻ താങ്കളോട് അഭ്യർത്ഥിക്കാനാണ് വിളിച്ചത്. തീർച്ചയായിട്ടും അത് ചെയ്യും. അതോടൊപ്പം തന്നെ രാഹുലിന്റെ വിഷയം നമ്മളിപ്പോൾ ഈ മിഷൻ 60 എന്ന് പറയുന്നത് കണ്ടിന്യൂ, ഈ രാഹുലിനെ തിരികെ എടുക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വതന്ത്രനായി നിർത്തി ജയിപ്പിക്കുന്നത് വരെ ഈ പറയുന്ന നമ്മൾ അദ്ദേഹത്തോടൊപ്പം തന്നെ കൂടെ ഉണ്ടാവും. എന്നാൽ മറ്റു വിഷയങ്ങൾക്ക് നമ്മൾ അർഹിക്കുന്ന അതേ പ്രാധാന്യം നൽകി പോവുകയും ചെയ്യും. അല്ല, ഇതെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു തട്ടിപ്പാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ അഴിമതിയാണ്, എല്ലാ മേഖലയിലും അടിച്ചു മാറ്റിക്കൊണ്ട് പൊക്കോട്ടെ. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ക്രിസ്ത്യൻ ആണേലും ഹിന്ദു ആണേലും നാനാജാതി മതസ്ഥർ അവിടെ ഉള്ളതാണല്ലോ. അവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞ സ്വാമിയാ, എല്ലാരും സ്വാമിമാരാ. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ളൊരു വേർതിരിവില്ലല്ലോ. അപ്പൊ അത്രയും മഹത്തരമായിട്ടുള്ള ഒരു സംഭവമാണത്. അതൊരു വിശ്വാസമാണ്, അതൊരു മനുഷ്യൻ ജീവിതത്തിന് വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് ഇത്രമാത്രം വൃത്തികേടുകൾ കാണിക്കുന്ന ഒരു സർക്കാരും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, എനിക്ക് സൗകര്യമുള്ളവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും മോശമായ രീതിയിൽ നമ്മുടെ ഒരു വിശ്വാസത്തെ തച്ചുടയ്ക്കുന്ന രീതിയിൽ അവര് കാണിക്കുമ്പോ അതൊരിക്കലും ഒരു ഇതല്ലല്ലോ. ജനം ഒന്നാകെ അത് ഇപ്പൊ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാലും ഇവന്മാരൊക്കെ ചുമ്മാ തട്ടിപ്പാ. ഇതൊന്നും അല്ല വേണ്ടത്. ജനത്തെ ഇളക്കി അവിടെ ഭയങ്കരമായ പ്രക്ഷോഭം ഉണ്ടാക്കി അവിടെ നമ്മുടെ വിശ്വാസത്തെയാണ് അവർ പിടിച്ചേക്കുന്നത്. ഈ കള്ളന്മാർക്ക് ഇത് കൂട്ട് തട്ടിക്കൊണ്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അവന്മാർക്ക് വിശ്വാസം ഇല്ലല്ലോ. ഈ VS ശിവകുമാർ കോൺഗ്രസ് ഇരുന്ന സമയത്തും ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് പ്രതിപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയ
വിഷയമായിട്ട് ലഘൂകരിച്ച് ഇത് ഈ രാഷ്ട്രീയക്കാർ തമ്മിലടിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന രീതിയിലുള്ള ഒരു നയമാണ് ഇവന്മാർ സ്വീകരിക്കുന്നത്. അപ്പൊ അത് അങ്ങനത്തെ വിശ്വാസികൾ ഉണരണം. വർഗീയതയൊന്നും ഇതാക്കാനല്ല, വർഗീയമല്ല, മതമല്ല, അതൊന്നുമല്ല. നമ്മള് മതേതര രാജ്യമാണ്. നമ്മൾ അതല്ല, നമ്മൾ ഏത് മതവിശ്വാസത്തിൽപ്പെട്ട പള്ളിയാണേലും അമ്പലമാണേലും ഇനി മോസ്ക് ആണേലും ആ വിശ്വാസത്തെ തൊട്ട് കളിച്ച വെച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു പ്രക്ഷോഭമായിട്ട് അതിനകത്തോട്ട് ജനങ്ങളെ തിരിക്കാൻ നോക്കണം. ഇത് ഈ രാഷ്ട്രീയക്കാര് താഴെ തട്ടിലുള്ളവരെല്ലാം വലിയ ഇത് പറയും, പക്ഷെ മേളിലോട്ട് എത്തുമ്പോഴത്തേനും അവര് അപ്പനാപ്പനയാവും. അവര് തട്ടിപ്പിന്റെ ഒരു മുതല് 100 കോടി ഇപ്പൊ കട്ടെടുത്താല് ഒരു 25 കോടി എതിർ പാർട്ടിക്ക് കൊടുത്ത് ബാക്കി മുഴുവനും ഭരണകക്ഷി നമുക്കും, ബാക്കി അവന്മാരെ ഒന്നാന്നേ മേളിലെത്തുമ്പോ ഒന്നാ. അപ്പൊ അത് ഈ സാധാരണ ജനങ്ങളാണ് ഇതിന്റെ ഏറ്റവും സമ്മർദ്ദം ഏറുന്നത്. ഇപ്പൊ ഞാൻ ഇത്രയും നാള് ശബരിമലയിൽ പോയിട്ടില്ല, എന്റെ കുഞ്ഞിലെ ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പൊ മകരവിളക്ക് കണ്ട് തൊഴണം എന്നോർക്കോ, ഞാൻ ഓർക്കും ഇത് ഇവന്മാരെ അയ്യപ്പ വിഗ്രഹത്തെ പോലും അടിച്ചു മാറ്റി കൊണ്ടുപോയോ. അറിയാൻ പറ്റില്ലല്ലോ. ഈ സ്വർണ്ണപ്പാളിന്ന് ഇപ്പം പറയുന്നു, ഇനി അതിനകത്തിരിക്കുന്ന ഒറിജിനൽ അയ്യപ്പനെ വരെ ഇവര് തട്ടിക്കൊണ്ടുപോയോന്ന് അറിയാൻ പറ്റില്ല. അവര് ചെയ്തത് എന്നാന്ന് വെച്ചാൽ 100% ശരിയാ. 2019 ഇത് ശബരിമലയിലെ മാത്രം ഇഷ്യൂ അല്ല, ഇത് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന പഞ്ചലോക വിഗ്രഹങ്ങളും സ്വർണവും അടക്കം ഇത്തരത്തിൽ ഇത് അടിച്ചു മാറ്റപ്പെട്ടു. അത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അതെ അതെ. അന്നേരം ആ തരത്തിലേക്ക് ജനങ്ങൾ ജാഗരൂകരാകണം. കാരണം ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് എല്ലായിടത്തും മണ്ടന്മാരാ. വെറും 0.1% ആൾക്കാർ മാത്രമാണ് ഇതിന്റെ ഫ്രൂട്ട്സ്, ഇതിന്റെ ആനുകൂല്യങ്ങൾ എൻജോയ് ചെയ്യുന്നതും ഈ തട്ടിപ്പ് നടത്തുന്നതും. കൊണ്ടുപോയി കാണിക്ക് ഇട്ടിട്ട് പോകുന്ന ഈ മണ്ടന്മാരായ വിശ്വാസികളൊന്നും ഈ പണം എങ്ങോട്ട് പോകുന്നോ, എവിടെ പോകുന്നോ, ആര് ചെലവഴിക്കുന്നോ ഇവന്മാര് നോക്കുന്നുണ്ടോ? ഇല്ല, അതിന് കണക്കില്ലല്ലോ. ഇതിന് കണക്കുമില്ല. ഇവര് അന്നേരം ഇതെല്ലാം ദൈവത്തിന്റെ പേരിൽ. ഇത് ചോദ്യം ചെയ്താൽ പാപമാണ്, ശാപമാണ്. ഇത് കാണിക്കുമെങ്കിലോട്ട് എറിഞ്ഞു കളഞ്ഞാൽ ഇവർ ഓർക്കുന്നത് ഇത് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോയിന്നാണ്. അല്ല, പക്ഷെ ഇത് ആ മേളിലിരിക്കുന്നവന്മാര് മൊത്തം ഇത് തട്ടിപ്പ്. ഇപ്പൊ എന്റെ ഒരു കസിൻ അവിടെ ശബരിമല മണ്ഡലത്തിന്റെ ഇതിന് വർക്കായിട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ഈ ഐഡന്റിറ്റി കാർഡൊക്കെ മേടിച്ചിട്ട്. അവൻ പറഞ്ഞു മൊത്തം ആൾക്കാർ ചെല്ലുന്നവരെ എല്ലാം പൈസ വാങ്ങിച്ച് കയറ്റിവിടുന്ന ഒരു വിഭാഗമുണ്ട് തൊഴാനായിട്ട്. പൈസ എല്ലാ തരത്തിലും. അതായത് ഈ സ്ത്രീകൾ പറഞ്ഞില്ല, ഇവന്മാർ ഇവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. ഈ സെർട്ടൻ ഏജ് കഴിഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനം ഉള്ളെങ്കിൽ ഈവൻ നടിമാരും അതല്ലെങ്കിൽ ഇവരുടെ VIP കളായിട്ട് ഇവരുടെ കൂടെ വരുന്ന പല സ്ത്രീകളെ പോലും പണം മേടിച്ചതുപോലെ കയറ്റിവിടുന്ന. അപ്പൊ അത് കുറച്ച് ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു. എന്നാന്ന് വെച്ചാല് ഈ VD സതീശനെ ഇപ്പൊ തെറ്റെന്ന് പറഞ്ഞാൽ അയാള് ചെയ്തത് അത്രയും വലിയ ആക്ഷൻ ഒന്നും എടുക്കണ്ടായിരുന്നു. അന്വേഷണം ഇത്രയും വലിയ മുകേഷ് ഉൾപ്പെടെ ആൾക്കാർ അതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. പിന്നെ ഇവൻ ചെറുപ്പക്കാരനല്ലേ, മുകേഷിനെ നമ്മളും അതാ പറയുന്നത്. നമ്മൾ ഒരിക്കലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുകയോ വെളുപ്പിക്കാനുള്ള ശ്രമമല്ല. പക്ഷേ ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഇവര് കാണിച്ച പൊള്ളത്തരം ഈ ലോബിക്ക് വേണ്ടി, കർണാടക ലോബിക്ക് വേണ്ടി ഇവനെ വെട്ടിനിരത്താൻ വേണ്ടി ഈ യുവ നേതാക്കന്മാരെ വിരട്ടി നിരന്നുള്ള ഈ പണിയാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. അത് നമ്മൾ വിട്ടുപിടിച്ചിട്ട് പറഞ്ഞിട്ട് സാധാരണ ആളുകൾ പറഞ്ഞ് പരാമർശിച്ച് പോകുന്ന പോലെ നമ്മൾ പോകല്ല. നമ്മൾ അതിന്റെ പുറകെ നിൽക്കുക. 100 വിഷയങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ ഒറ്റ വിഷയത്തിൽ ഫോക്കസ് നഷ്ടപ്പെടാതെ ഇപ്പോൾ പോകുന്നത് 44 ദിവസമായി. 44 ദിവസമായിട്ടും ഇത് പൊതുമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി ഈ വിഷയം നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഒരു നമ്മുടെ എല്ലാവരുടെയും ഒരു എഫേർട്ടാണ്. അതെ അതെ. കുറച്ച് പേരേ ഉള്ളു അവനെതിരായിട്ട്. ഒന്നുമില്ലേലും ഞങ്ങളെ പോലുള്ള അമ്മമാര് ഞങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കുമല്ലോ. അതുപോലെ ഈ പറഞ്ഞ കണക്ക് ആ പയ്യനാണേലും അത്രയും ഒരു ഭാഗത്ത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ അതുപോലത്തെ രക്തസാക്ഷികൾ, ഉമ്മൻചാണ്ടി അടക്കമുള്ള രക്തസാക്ഷികൾ മുന്നിലുണ്ട്. ഇനി അതുപോലൊരു രക്തസാക്ഷി ഇതിനകത്ത് ഉണ്ടാകരുത്. ഇതൊരു പൊതുവിചാരണ നടത്തി ഇതുപോലുള്ള ഈ രാഷ്ട്രീയ ആഭാസന്മാര് അവർക്ക് തോന്നുന്നവരെ നശിപ്പിക്കാനുള്ള ഇതുപോലെ വിഷയങ്ങൾ ഉന്നയിച്ച് ഓരോരുത്തരുടെ ജീവിതം ഇനി നശിപ്പിക്കാൻ ഇറങ്ങരുത്. അതിന് ഇവിടെ കേരളത്തിൽ വിലപ്പോകത്തില്ല എന്നൊരു സന്ദേശം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മള്. അത് നല്ല കാര്യം, നല്ല ഗുഡ് എഫർട്ടാണ്. അത് വളരെ കൺഗ്രാജുലേഷൻ തരുന്നു. അപ്പൊ ഇനി ഇതിനകത്തും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസത്തെ തച്ചുടയ്ക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ അറിഞ്ഞത് ഇത്രയുണ്ട്, അറിയാത്ത ഇനി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കിടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കൂടുതൽ ഫോക്കസ് ഇനി അതിലേക്ക് വരും. ഞാൻ രവീന്ദ്രൻ ഇപ്പം തന്നെ സാർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പൊ അതിന്റെ ഒരു വേറൊരു വ്യക്തിയായിട്ടുള്ള ഇന്റർവ്യൂ അതെല്ലാം കാണുന്നുണ്ട്. ഈ VD സതീശൻ ആരായിരുന്നു, എന്താ പുള്ളിക്കും, അതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ട് കൂടുതൽ
അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഈസ് വെരി ആക്റ്റീവ്. അത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലും പോയിരിക്കായിരുന്നു. അമ്പലത്തിൽ ചെന്നപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ അവിടുത്തെ ഒരു ആളോട് ഇങ്ങനെ സംസാരിച്ചു, ഓഫീസറിനോട്, സാറേ ഈ അയ്യപ്പന്റെ അമ്പലത്തിലെ, അയ്യോ എന്റെ പൊന്നു സാർ, അയ്യപ്പൻ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് എത്ര നാളായിട്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ തിരുവല്ല വല്ലഭക്ഷേത്രത്തിൽ നിന്ന് പോയിരുന്നു. ഞങ്ങൾ അടുത്താണ്, ഞങ്ങളുടെ ഇവിടെ 1 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ഒരാളെന്ന് പറയും ഇവിടെ ആകപ്പാടെ മൊത്തം കുളമായി കിടക്കാന്നാ പറയുന്നത്. അവിടെ കൊടിമരം പോലും വെച്ചിട്ടില്ല. കൊടിമരമൊക്കെ ഇടിവെട്ടി പോയതിന് ശേഷം ഇന്ന് വരെ കൊടിമരം അവിടെ സ്ഥാപിച്ചിട്ടില്ല. അവിടെ കൊടിമരം കൊണ്ടുവരാൻ തേക്ക് കൊണ്ടുവന്നിട്ട് എത്രയോ നാളായിട്ട് തണ്ണിത്തോണി കിട്ടുക. അവർ പറയും ഇവിടുത്തെ കമ്മിറ്റിയും ഇവിടുത്തെ പ്രസിഡന്റും ആരുമാരും എല്ലാം അടിയാ. നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചിരിക്കുക. അമ്മ എന്തുകൊണ്ട് നാട്ടുകാർ പിന്നെ ഇറങ്ങുന്നില്ല? നാട്ടുകാർ ഇറങ്ങിയത് ശരിയാക്കണ്ടല്ലേ? നാട്ടുകാരുടെ കാശല്ലേ ഇവരെടുത്ത് എന്താ ചെയ്യും? ആര് ചോദിക്കാനാ സാറേ? നമ്മൾ അയ്യപ്പന്റെ അതേ തന്നെ ഇവിടെയും ഈ അയ്യപ്പന്റെ അമ്പലം എന്ന് പറയുന്നത് കേരളക്കാരുടെ മാത്രമല്ല, ഇത് ലോകം മുഴുവൻ അറിയുന്ന ആൾക്കാർ വന്ന് പോകുന്ന കാര്യം. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, കർണാടക. അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, പണമായിട്ടും സ്വർണമായിട്ടും. നമ്മളെക്കാൾ ഭക്തിയാണ്. ഞാൻ 35 വർഷം സേലത്തിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. അവരുടെ കൂടെ ഞാൻ ഓരോ വർഷവും ഞങ്ങളൊരു ടീമായിട്ട് വരുമായിരുന്നു. അവര് വന്ന് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ നമ്മളൊക്കെ പോക്കറ്റിൽ നിന്ന് 10 രൂപ 20 രൂപയ്ക്ക് എടുക്കുമ്പോൾ അവർ ഒരു കെട്ടി നോട്ട് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് ഇടുക. അപ്പൊ അടുത്ത് നിൽക്കുമ്പോൾ എന്നാ പാക്കറ ഓടാന്ന് എന്ന് പറഞ്ഞോണ്ട കൈത്തല 3-4 വരെ ഒന്ന് കയറി. ഈ എന്തുകൊണ്ട് ഈ 3 സ്റ്റേറ്റിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഭക്തർ ഒരു ടീമായിട്ട് വന്നിട്ട് ഇത് ഞങ്ങളുടെയും കൂടെ പണമാണ്, ഇതിന് എന്തുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നത്? അവർക്കും കൂടെ ഒരു റിക്വസ്റ്റ് കൊടുക്കരുത്, അല്ലെങ്കിൽ അവർക്കും കൂടെ ഒരു പരാതി കൊടുക്കരുത് സാർ? ഇത് കേരളക്കാർക്ക് മാത്രമായിട്ട് അമ്പലമല്ല. ഇതിന് ഇങ്ങനെ കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്? ഞങ്ങളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്, ഞങ്ങൾക്കും വരേണ്ടതാണ്. അവർക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ടൊക്കെ ഇന്ന് ഈ ക്ഷേത്രങ്ങളാണേലും പള്ളികളാണേലും ദേവാലയങ്ങളാണേലും ഇന്ന് കാണുന്ന ഈ സ്വത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ദൈവവിശ്വാസികളായ ആളുകൾ അമ്പല കമ്മിറ്റികളിലും പള്ളി കമ്മിറ്റികളിലും മഹൽ കമ്മിറ്റികളിലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്നേരം അവരെല്ലാം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടും ആ പണം അത് നൽകിയാൽ അവർക്ക് ഐശ്വര്യം വരുമെന്നും ഇതിൽ നിന്നും മോട്ടിച്ചാൽ കുടുംബം വെണ്ണീറാകുമെന്നും ഒരു ഭയമുണ്ടായിരുന്നു. ഇന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഈ കള്ളന്മാരെല്ലാം കൂടെ ഇന്ന് ഇതിന്റെ കമ്മിറ്റികളിലെല്ലാം കയറി ഈ കൊള്ളക്കാരന്മാര് ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവന്മാരെല്ലാം ഇതിനകത്ത് കയറി ഇവന്മാരിത് മത്സരിച്ച് ആളാവീതം കട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കട്ടുവച്ച് വീതം വെച്ച് വലിയൊരു, അതായത് സർക്കാർ മുതൽ അതിന്റെ അങ്ങ് ലാസ്റ്റ് നിൽക്കുന്ന ലാസ്റ്റ് എൻഡിലുള്ള ജീവനക്കാരൻ വരെ ഉള്ളവരുടെ ഒരു ശൃംഖല ഇതിന്റെ ഓരോ മേഖലയിൽ നിന്നും ഓരോരോ ഘട്ടത്തിൽ നിന്നും വെട്ടി കൊണ്ടുപോയി ഇതിനെ ക്ഷയിച്ച് നശിപ്പിച്ച് ഇന്ന് ഈ കാണുന്ന ഈ എന്താ പറഞ്ഞ ഒരു സ്കെൽട്ടൻ രൂപത്തിലാക്കി വെച്ചേക്കുന്ന ഒരു അവസ്ഥയാണ്. അന്നേരം ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഈ ഭക്തി വ്യവസായത്തിന്റെ ഒരു ഡിമിനിഷിംഗ് സ്റ്റേജിലേക്ക് പോവുക. ഇത് ആളുകൾക്ക് തിരിച്ചറിയുകയാണ്. അതായത് ഇവർ തന്നെ ഓർക്കുക, ദൈവമേ, ദൈവത്തിന് പോലും ഇതിനെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലേ? ദൈവത്തിന്റെ സ്വന്തം പീഠം പോലും അല്ലെങ്കിൽ ദൈവത്തിന്റെ കാണിക്കവഞ്ചി പോലും അന്നേരം ഇതിനകത്ത് ഉയരുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ദൈവത്തിന് എന്തിനാ ഈ പണം? ദൈവത്തിന് ഈ പൊന്നും പണത്തിന്റെ ആവശ്യമുണ്ടോ? ഇത് ദൈവത്തിന് ഇരിക്കാൻ ഈ സ്വർണവും ഇതൊക്കെ പൂശി വെക്കേണ്ടത് ആവശ്യമുണ്ട്? ഇവിടെയാണോ ദൈവം ഇരിക്കുന്നത്? ഈ ദൈവത്തിന് സ്വന്തം ഇരിപ്പിടം പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ദൈവമാണോ? അല്ലെ ദൈവത്തിന്റെ മൊത്തം അടിച്ചുകൊണ്ട് പോകുന്ന ഇവന്മാരെ ശിക്ഷ എന്തുകൊണ്ട് വരുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പം ദൈവവിശ്വാസം തന്നെ ഇല്ലാതായി പോകുന്നതിന്റെ ഒരു സ്റ്റേജിലാണ്. അതിന്റെ എല്ലാം ഒരു ട്രാൻസിഷന്റെ ഒരു ഘട്ടമാണ് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെണ്ണുങ്ങളെ അമ്പലത്തിൽ കയറ്റാനുള്ള അവർ ആ ആക്ഷൻ എടുക്കുക തന്നെ ഇത് ആ ചെറുതിയിലാണ്, ആ ഒരു ഹർബറിയിലാണ് ഇപ്പോൾ ഇവരത് മോഷ്ടിച്ചത്. അതിനു വേണ്ടിയുള്ള ഒരു കാരണമാണ് അവരെന്നത്. അന്ന് എല്ലാവരും ഈ പെണ്ണുങ്ങൾ അമ്പലമലയിൽ കയറുന്ന പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അറ്റൻഷൻ അങ്ങോട്ട് ഡൈവേർട്ടായി പോയി. ആ സമയത്തായിരിക്കണം ഇത് അടിച്ചു മാറ്റിയത്. പക്ഷെ എന്നാലും എന്റെ ആ ഒരു ചോദ്യം സാറിനോട് ഞാൻ സജഷൻ പറയില്ല, എന്തുകൊണ്ട് മറ്റ് 3 സ്റ്റേറ്റുകളിലെ ആൾക്കാരും കൂടെ ഇവിടെ വന്നിട്ട് ഇതിനു വേണ്ടി ഒരു സമരമോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് ഒരു വേദന വഹിക്കുക? ഇത് ചോദിക്കേണ്ട അത്യാവശ്യമാണ്. അല്ല, അതൊക്കെ ആര്? ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമ്മൾ വളരെ ബാലിശമായ ചോദ്യങ്ങൾ. കാരണം ഒരുത്തൻ ദൈവവിശ്വാസത്തിൽ വന്ന് അവനിപ്പോ ഒരു കാര്യം നടന്നു, അവന്റെ ഒരു സ്ഥലക്കച്ചവടം നടന്നു, അവൻ ഓർക്കുന്നു ഞാൻ അയ്യപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞ് അവൻ വന്നപ്പോൾ തന്നെ അവന് 1 ലക്ഷം രൂപ കാണിക്കയായിട്ടിട്ടു, അല്ലെ അവന് 1 ലക്ഷം രൂപ വർത്തുള്ള ഒരു സ്വർണം, അല്ലെ 10 ലക്ഷം രൂപ വർത്തുള്ള ഒരു സ്വർണം അവൻ കാണിക്കാറ്റിട്ടു. അവനത് അർപ്പിച്ച് പോവുക. പിന്നീട് അവൻ അത് ആരെടുത്തെന്നോ എവിടേക്ക് പോയെന്നോ അവൻ ചിന്തിക്കുന്നുമില്ല, ഒന്നുമില്ല. അവനെ സംബന്ധിച്ചോളം അത് ദൈവത്തിന് കൊടുത്തു, ദൈവത്തിന്റെ കാര്യം നോക്കിയോളും, ഇവന് അനുഗ്രഹം കിട്ടി അല്ല കിട്ടും എന്ന പ്രതീക്ഷയിൽ പോകുന്നു. അന്നേരം ഇങ്ങനെയുള്ള ഈ ഭക്തി ഭ്രാന്തായ ആളുകളെ സംബന്ധിച്ചോളം അവനൊന്നും ഇതിനകത്ത് ലീസ്റ്റ് കൺസെപ്റ്റ്, അതായത്
ഈ ഭക്തി കച്ചവടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം 99.9% ആളുകളും ഈ ഭണ്ഡാരത്തിൽ ഇടുന്ന അല്ലെങ്കിൽ കാണിക്കയായി സമർപ്പിക്കുന്ന പണത്തെക്കുറിച്ച് അവർ കൺസേൺ അല്ല. അത് എങ്ങനെ പോയാലും എതിലെ പോയാലും അവർക്കൊരു അവരെ സംബന്ധിച്ചുള്ള അവർ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. അവരത് തിരിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ആരാ എന്താ എവിടുന്നാന്നുള്ളതിന് ഒരു അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും ഇല്ല. ഒരു കാണിക്ക വഞ്ചി വീഴുന്ന സ്വർണ്ണോ പണോ ഇത് ഇട്ടുന്ന ഇത് അവിടുന്ന് അത് ആ വീഴുന്ന സ്ഥലത്ത് നിന്ന് എണ്ണുന്നതിനിടയിലും ഇത് മാറ്റുന്നതിനിടയിലും ഇവൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് പോലും സ്വർണം മാറ്റി ചെമ്പാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇരിക്കുന്ന പല പഞ്ചലോക വിഗ്രഹങ്ങളടക്കം പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നതൊക്കെ മാറ്റി അത് ചെമ്പോ പിത്തളയോ ഒക്കെ ആണോ എന്നൊക്കെ പോലും ഇനി പരിശോധിച്ചു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അന്നേരം ഇനി ഇതെന്ന് പറഞ്ഞ ഒരു തുടക്കം മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ മിസ്സസ് രവീന്ദ്രനാണ് കേട്ടോ. പറഞ്ഞു. അല്ല സാർ, ഇത് ഈ അമ്പലം മാത്രമല്ല, ഇതൊരു തുടക്കമാണ്. ഗുരുവായൂരും ഈവൻ ഈ ശ്രീവല്ലഭ ക്ഷേത്രം വരെ എന്തെല്ലാം നടക്കുന്നുണ്ട്. ശ്രീവല്ലഭന്റെ ഒക്കെ മുഴുവൻ അടിച്ചു മാറ്റുവാന്ന് അവിടെ എല്ലാവരും പറയുന്നത്. അത് എല്ലാ അമ്പലങ്ങളിലും ഇത് തന്നെയാണ്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മോഷണങ്ങളും എല്ലാ അമ്പലങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഓരോ അമ്പലത്തിന്റെയും ട്രസ്റ്റ് രൂപീകരിച്ച് പഴയതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തുന്നത്. ഇത് വെറും കള്ളന്മാരുടെ ഒരു കൊള്ളസങ്കേതമായിരിക്കുകയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. ഫുൾ കള്ളന്മാരാണ്. ഈ ടോപ്പ് ടു ബോട്ടം. ഇതിപ്പോ ഈ മോഷണം നടന്നത് ഈ ടോപ്പ് ലെവൽ ആൾക്കാർ മാത്രം അറിഞ്ഞായിരിക്കത്തില്ല. ഈവൻ അതിനകത്ത് ഏറ്റവും താഴെ ക്ലാസ് 4 എംപ്ലോയീസ് വരെയും ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. കാര്യം അവർക്കൊന്നും വോയിസ് ഇല്ല. പക്ഷെ അവർക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. പക്ഷെ ഒരുപക്ഷെ അവർക്ക് വീതം കിട്ടുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് വോയിസ് ഇല്ലാത്തതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് ഭയങ്കര ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഹിന്ദുക്കളെ എല്ലാം ഇത്രയും പൊട്ടന്മാരാക്കാവോ? ഭയങ്കര കഷ്ടമാണിത്. ഇത് ഹൈ ലെവൽ അതോറിറ്റി അന്വേഷിച്ച് എന്തായാലും ശിക്ഷ കിട്ടുക. ഇവരെല്ലാം രക്ഷപ്പെട്ടിറങ്ങി വരികയും ചെയ്യും, എല്ലാം ചിരിച്ചുകൊണ്ട് ഫ്ലെക്സിൽ ഇരിക്കുകയും ചെയ്യും. ഇനിയും വല്ല രക്തസാക്ഷികളെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായിട്ട്. ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇവന്മാർ ഉണ്ടാക്കും. അതെ, ഇവരുടെ ഈ അറ്റൻഷൻ മാറ്റാൻ വേണ്ടിട്ട് എന്തെങ്കിലും ബ്രൂട്ടലായിട്ട് എന്തെങ്കിലും ചെയ്യുമോന്മാർ അറിയാൻ പറ്റത്തില്ല. കള്ളന്മാരുടെ ഒരു കൂട്ടമാണ് ഇതിപ്പോ. പിന്നെ കൂടാതെ നമ്മുടെ ഈ കോൺഗ്രസ്സുകാരുടെ അവർക്ക് ഇപ്പോഴും സാർ ഇത്രയും കാര്യങ്ങൾ ഈ ന്യൂസ് ചാനൽ കൂടെ പുറത്തോട്ട് വിട്ടിട്ടും ദേ ആർ നോട്ട് സീരിയസ്. ഇവർക്ക് ഈ ഭരണം പിടിക്കണമെന്നും ഇവർക്കൊരു നല്ല കമ്മിറ്റി രൂപീകരിച്ച് ഈ ആളിനെ കുറിച്ച് ഈ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വെളിയിൽ വന്നിട്ടും അതൊരു റീവാമ്പ് ചെയ്തിട്ട് അതൊരു വീണ്ടും റീഓർഗനൈസ് ചെയ്തിട്ട് ഇലക്ഷന് മുമ്പ് പ്രത്യേകിച്ച് ആ സുധാകരൻ സാറിനെ വീണ്ടും വിളിച്ചു വെച്ച് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചൊരു നല്ല കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവുക, ഇദ്ദേഹത്തിന് കോർണർ ചെയ്യുക. കാരണം നമ്മുടെ ലക്ഷ്യം കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരിക്കണം. അല്ലാതെ അവിടെ പേഴ്സണലായിട്ടുള്ള ഒരു പെർഫോമൻസിനും ഒരു കാതലായ ഒരു ഗുണവും ചെയ്യത്തില്ല. കാരണം മറ്റുള്ളവരത് മുതലെടുക്കത്തേ ഉള്ളൂ. വി ഡി സതീശൻ സാറ് പറഞ്ഞ പോലെ ഈ മറ്റ് ഓൾറെഡി ഡിസൈഡഡ്. അങ്ങേർക്കെന്താ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നതായിരിക്കും കൂടുതൽ നേട്ടമെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പ്രൂഫ് തന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ ഈ കോൺഗ്രസ്സുകാർ ഇത് കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ഡമ്മി KPCC പ്രസിഡന്റ് ഉണ്ട്, ആൾക്കാർ എന്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പുതിയ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നില്ല? കൊടുത്തിട്ട് നല്ലൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇനി ഞാൻ ഇന്നലെ കൊടുത്ത വാർത്ത അങ്ങ് ശ്രദ്ധിച്ചില്ലേ? അതായത് അങ്ങനെ കേന്ദ്രം ഒന്നും പറഞ്ഞില്ല. ഇന്ന് കർണാടക ലോബി പിടിമുറുക്കിയിരിക്കുകയാണ്. അവരുടെ ബന്ദികളാണ് ഇവര്. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അന്നേരം അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച ഒരു പുതിയ ന്യൂസ്. ഇറ്റ് ഈസ് വെരി 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 അസ്റ്റോണിംഗ് ന്യൂസ് സാർ. അന്നേരം അവരെ സംബന്ധിച്ചോളം അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ ഇത്തവണ ഓർക്കുന്നത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിച്ചു പോകും. കേരളത്തിലെ സാഹചര്യം അതാണ്. അതുകൊണ്ട് ഇവരുടെ പിടിയിൽ ഒതുങ്ങുന്ന ഒരു കള്ളക്കൂട്ടങ്ങളെ ഇവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവന്മാർക്ക് വേണ്ടി ബാക്കി എല്ലാവരെയും വെട്ടി നിരത്തി ഒരു സംവിധാനം ഉണ്ടാക്കി നിയന്ത്രണം പോലും. ഇവരുടെ KPCC ഇലക്ഷൻ വാർ കൗൺസിലിന്റെ ചെയർമാനായി ഒരു കർണാടകക്കാരനെ അവിടുത്തെ മുൻ സ്പീക്കറുടെ മകനെ ഇവിടേക്ക് നിയമിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് വരുന്ന പ്രൊഫഷണലുകളും അവരുടെ ആളുകളും ആയിരിക്കും ഇവിടെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കാരണം 2021 പറ്റിയത് പറ്റാതിരിക്കാൻ. കാരണം 2021 അവിടുന്ന് AICC അയച്ച 30 കോടി രൂപ മീൻവണ്ടിയിൽ അയച്ച പണമടക്കം ഇവന്മാർ വെട്ടിമാറ്റി കട്ട് തിന്നു. അതുകൊണ്ട് ഇത്തവണ അത് വരാതിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് കർണാടക ടീമാണ്. കർണാടക ലോബി കനകോലുവിന്റെ ടീമിന്റെ പേരില് അവരുടെ നിർദ്ദേശം അനുസരിച്ചെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ കൃത്യം ഇവനെ ഷീൽഡ് പോലെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ ഇത്തവണ നിയന്ത്രിച്ച് ഭരണം പിടിക്കും. അതാണ് ഇവരുടെ പദ്ധതി.
ഇവിടുത്തെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഇത് മുന്നോട്ട് കയറി വരാൻ ഇതൊന്നും നടക്കത്തില്ല. അവർ കുറച്ചുകൂടെ കൂടുതൽ അലേർട്ടായി പാർട്ടിയെ ജയിപ്പിക്കണമെന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടല്ലേ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഗ്രൂപ്പാണ് നമ്മൾ മനസ്സിലാക്കണം. ഭരണം പിടിക്കാനുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പ്. പിന്നെ പാർട്ടി എന്നൊന്നും പറയാൻ പാടില്ല. ഒരു മാഫിയ സംഘം ഈ ഭരണം പിടിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ബാക്കിയുള്ളവരെ വെട്ടി നിരത്തി അവരുടെ ഗ്രൂപ്പ് ഭരണം പിടിക്കും. അവർ കച്ചവടം നടത്തും. അവർ വമ്പിച്ച പദ്ധതികളാണ് ഈ വരാൻ പോകുന്ന 5 കൊല്ലം പ്ലാൻ ചെയ്യുന്നത്. ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുള്ളിക്കാരന്റെ ഒരു സംസാരം സാർ തന്നെയാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. നമ്മുടെ മീഡിയക്കാരോട് ചോദിച്ച് എന്ത് തന്നെ തന്മയത്തോടുകൂടി, എന്ത് പൊളൈറ്റ്നെസ് അല്ല, എന്ത് കാര്യവികരമായിട്ടാണ് പുള്ളി സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഒരു പ്രകോപനമില്ല. അതിന്റെ സത്യാവസ്ഥ ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ കോർണർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു പാർട്ടിയിലിരിക്കും. അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്നതും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. സാറിന്റെ തന്നെ അഭിപ്രായം എന്തുവാ? സാർ തന്നെ പറഞ്ഞു കേൾക്കൂ, എത്ര തന്നത്തോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എത്ര ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ, എത്ര വയസ്സായ ആൾക്കാരാണ് അതിന്റെ പിന്നിൽ. ഒരു സ്ത്രീ കണ്ടില്ലേ ഒരു വീഡിയോ, എന്റെ മോൻ വന്നിട്ടുണ്ടെന്ന് കൊണ്ട് ഫോൺ ചെയ്യുക. അപ്പൊ ഇതൊക്കെ നാട്ടുകാരും ആൾക്കാരും കാണുന്നത്, എല്ലാവരും വിശ്വസിക്കുന്നത് ഈ പാർട്ടി ഒന്ന് തിരിച്ചു വന്ന് ഭരണം ഒന്ന് മാറി മനുഷ്യന് മനസമാധാനമായിട്ടൊന്ന് ഇരിക്കാതെ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സാറിനെ പോലുള്ള ഒരാൾ ചാനൽ തുടങ്ങിയില്ല, അല്ലെങ്കിൽ ചാനലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ കാര്യങ്ങൾ മനുഷ്യർക്ക് അറിയാൻ പറ്റാതെ പോയത്. ഇപ്പൊ സാർ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം വെൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, ഒരുപാട് എക്സ്പീരിയൻസ് പുള്ളി ഇപ്പൊ പുറത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാല് എന്നിട്ടും നമ്മുടെ ചെറുപ്പക്കാരെല്ലാം മുന്നോട്ട് വന്നിട്ട് അവർ ഇതിനൊരു തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ ജോയിന്റ്ലി ഒരു റെപ്രസെന്റേഷൻ അയച്ച് ഈ ലോബിയിൽ നിന്നൊക്കെ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തി കേരളത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതിയായിരുന്നു. വേറെ ഒരു ചാനലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സാറിന് എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാകത്തില്ല. കാരണം ഇതുപോലുള്ള ഒരു സംരംഭം ഏറ്റെടുത്തിരിക്കുന്നത് വെരി 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 താങ്ക്ഫുൾ ടു എന്നുള്ളതാണ്. ഇത് പോരാ, ഈ ആൾക്കാരെ സാറിന്റെ ഇത്രയും നോളജ് സാർ വെളിയിലോട്ട് വിട്ടിട്ടും ഇത്രയും കാര്യങ്ങളും അവർ മുന്നോട്ട് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല സാർ. അതെല്ലാം ഞാൻ പറഞ്ഞേ, ഇതൊന്നും സഡൻ ഒരു ഫാന്റെ റെഗുലേറ്റർ തിരിക്കുന്ന സ്പീഡോടുകൂടി ഈ കാര്യങ്ങൾ മരുന്നില്ലല്ലോ. ഇല്ല, ഇവർ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. ഇതൊക്കെ എന്താ പറഞ്ഞ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്ന പോലെ അത്തരം റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾ അത്തരത്തിൽ പ്രതികരിക്കുന്നത്. യുവമാരുടെ അടിപടലം പറിക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്. അങ്ങനെയുള്ള റെസിസ്റ്റൻസ് വരുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ബോധ്യപ്പെടുത്തിയിട്ടും മാറിയില്ലെങ്കിൽ അത് ജനങ്ങൾ മാറ്റും. ആ ഒരു പ്രോസസ്സാണ്. അത് ഓൺ ഓഫ് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. ഇതാ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം പടിവാതിക്കലെത്തി. അതാണ് റൈറ്റ് ടൈം. ആ സമയത്ത് അതിനപ്പുറത്തേക്ക് ഏതായാലും പോവില്ല. ഈ ബോധ്യങ്ങളും നിലപാടുകളും ഒക്കെ തെറ്റായിരുന്നു എന്ന് ജനങ്ങൾ തെളിയിക്കുന്ന ഒരു സമയം വരും. അന്നേരം നമ്മൾ ആ ഒരു സമയം വരെ പേഷ്യൻസോടുകൂടി നമ്മൾ കാത്തിരിക്കണം. ഇത് ഓൾ ഓഫ് എ സഡൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ നമ്മൾ ആയുധം എടുത്തുകൊണ്ട് വന്ന ഒരാളെ തീർക്കുന്ന പോലോ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമല്ലല്ലോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ വില്ല് പ്രയോഗിക്കുവാൻ, അവന്റെ ആ തമ്പ് പ്രയോഗിക്കുവാൻ ഉള്ള അവസരങ്ങളുണ്ട്. അതാണ് നമ്മുടെ അവസരം. ആ അവസരങ്ങളാണ് ഈ പല ബോധ്യങ്ങളും ചില ധാരണകളും ഒക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുന്നത്. ഇതിന് മറുപടിയായിട്ട് ജനങ്ങൾ വോട്ടിൽ കൂടി ഇതിന് ശരിക്കും അതാണ് ജനാധിപത്യത്തിൽ. അല്ലാതെ നമുക്ക് മറ്റൊരു റിവെഞ്ചോ മറ്റുള്ള ഒന്നുമില്ലല്ലോ. കാരണം ജനങ്ങൾ ഇത്രയും നാളും വിഡ്ഢികളായിരുന്നു. ഞങ്ങൾ ഇനിയും വിഡ്ഢികളല്ല, ഞങ്ങൾക്ക് ബുദ്ധി വിളിച്ചു, ഞങ്ങൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വോട്ടിൽ കൂടി ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. അപ്പോഴേ ഇവർ ജനങ്ങളെ ഭയക്കത്തുള്ളൂ സാർ. ജനങ്ങളെ ഭയക്കണം. ജനങ്ങളെ ഭയന്നാലേ ഇവരെ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. എന്തും ചെയ്യാം. നിങ്ങൾ എനിക്ക് വെറും ഒരു സ്റ്റാമ്പ്, നിങ്ങൾ എനിക്ക് വോട്ട് തരുന്ന ഒരു സ്റ്റാമ്പായിട്ട് മാറ്റിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നു നിങ്ങളെ ആരെയും ഒന്നും വേണ്ട. സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ ആരോടെ സംസാരിക്കുന്നത്? ഇതൊക്കെയാണ് ഒരു പൊതുപ്രവർത്തകൻ സംസാരിക്കേണ്ടത് ജനങ്ങളോട്. ഇയാളെന്നെ വീട്ടിലെ MP ആയിട്ട് വന്നതാണോ? അത് വീട്ടിലെ ബന്ധുക്കൾ വോട്ട് ചെയ്തിട്ട് MP ആയി? ജനങ്ങളാണെല്ലാം. ജനങ്ങളില്ലെങ്കിൽ ഇവരൊന്നുമില്ല. സുനിൽ മാത്യു ലൂയിസറിനാണ് പറയുന്നത്. അതെ, ഈ ശബരിമല പ്രശ്നത്തില് മിക്കവാറും ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ ചെമ്പുപാളി പതിപ്പിച്ചെന്നുള്ളതിന് പകരം സ്വർണം പൂശിയെന്നാണ് പറയുന്നത്. ഈ ചെമ്പുപാളികൾ എന്ന് പറഞ്ഞാൽ കട്ടി കുറച്ച് ചെമ്പുപാളികൾ ഈ വിഗ്രഹങ്ങളിൽ, ചെമ്പിന്റെ തകഴോണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളിൽ അത് പതിപ്പിക്കുകയാണ് ചെയ്യണത്.
പൂശൽ എന്ന് പറഞ്ഞാൽ സ്പ്രേ അടിക്കൽ എന്നാണ് അർത്ഥം. അത് മറ്റേ പ്ലേറ്റിംഗ് എന്താ പറയുന്നേ, അത് തന്നെയാണ് അതാണ് പൂച്ചൽ എന്ന് പറയുന്നത്. അത് ഒരു മിഷത്തിൽ കയറ്റിയിട്ട് പ്ലേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഘടക വിരുദ്ധമായിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൂശിയെന്ന് പറഞ്ഞാൽ 10 കിലോ സ്വർണത്തിന്റെ പാളി ഒട്ടിക്കുന്നിടത്ത് 1 കിലോ സ്വർണത്തിന്റെ ആ പൊടികള് പശ സഹിതം അടിച്ചു കഴിഞ്ഞാല് അത് പൂശലാണ്. അതെ. ഈ തകിടുകൾ ഒട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ തകിടുകൾ ഒട്ടിച്ചേക്കണമെന്ന് ഈ 40 ചില്ലാനും കിലോ തകിടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവൂലേ. അപ്പൊ ഇത് എല്ലായിടത്തും ഈ തകിടുകൾ ഇപ്പൊ ഇതിപ്പോ ഒരു ന്യൂസ് വന്നേക്കണ അമ്പലത്തിന്റെ വാതില് മുഴുവൻ ചെമ്പാണെന്ന്. അടിച്ചോണ്ട് പോയെന്ന് പറയുമ്പോഴേ അത് മൊത്തം ഇത് കൂടിന്റെ മുകളിൽ ഇപ്പൊ ഇരിക്കുന്ന സാധനം എന്തെന്നാണ് ഇത് വെറുതെ സ്പ്രേ ചെയ്തിട്ടുണ്ടാവുള്ളതൊക്കെ ഈ തകിടുകളൊക്കെ പൊളിച്ചു പോയിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് ഈ അമ്പലത്തിന് തൊട്ട് മുമ്പില് എല്ലാ കാലങ്ങളിലും കാവൽക്കാരുള്ളൊരു അമ്പലമാണ് അല്ലെ. പിന്നെ അവിടെ നിന്ന് ഇത് ചെമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തയച്ചതൊക്കെ പറയണത് ശുദ്ധ കളവല്ലേ. ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ് നടന്നേക്കുന്നത്. അത് ഇത് മോളിൽ നിന്ന് ഒരു അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഇത് മുഴുവൻ കളവാണിത് മുഴുവനും. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഈ വാർത്താ മാധ്യമങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂശി. എന്ത് ഈ പൂശലും തകിടൊട്ടിക്കലും തമ്മിൽ ഒരുപാട് അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളുടെ ഒരു കാറ് 1.5 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് നമുക്കത് പൂർത്തിയാക്കാൻ പറ്റും. അവിടെ ഒരു 15 കിലോ സ്വർണം ഉണ്ടെങ്കിൽ ആ സാധനം കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് വ്യക്തമായ ഒരു കാഴ്ചപ്പാടല്ല. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടല്ലേ ഇവര് കളി മുഴുവൻ കളിക്കണത്. അപ്പൊ ഇപ്പൊ ഈ അവിടുത്തെ ഈ ഗേറ്റിലുള്ള 2 പാലകരുടെ ഇതെന്ന് പറഞ്ഞാൽ 5 കിലോ സ്വർണം പൂശിയെന്നാണ് വിജയ് മല്യയുടെ ആളുകൾ ഇവിടെ പറയണത്. അതിപ്പോ 3,800 കഷ്ടിച്ച് അവർ ചെയ്തിട്ടുള്ളതാണ് ചെയ്ത ആളുകൾ പറയണത്. ഇപ്പൊ ഒന്നുകൊണ്ടും വിശ്വാസയോഗ്യമല്ലാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ അങ്ങനെ അറിയാം. 30 കിലോ 800 ഗ്രാം സ്വർണം എന്നാണല്ലോ അവർ പറയുന്നത്. വിജയ് മല്യയുടെ ടീം പറയുന്നത് അത്രയും ആണ് സ്വർണം അവർ കൊടുത്തതെന്നാണ് പറയുന്നത്. അതെ. പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് നമ്മൾ വളരെ ആക്റ്റീവിലാണ് കാണുന്നത്. വളരെ ആക്റ്റീവായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത്. അതെ. നമ്മളുടെ ക്യാമ്പയിൻ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അത് വിജയകരമായി മുന്നോട്ട് പോകുന്നു. ഇനിയും തിരിച്ചെടുത്താൽ അവന്മാർക്ക് കൊള്ളാം. അത് സുനിൽ മാത്യു ഇതേവരെ എടുത്തുള്ള ഇനിഷ്യേറ്റീവ് അപ്രിഷിയേറ്റീവ് ആണ് കേട്ടോ. ആ കാര്യത്തിൽ യാതൊരു തർക്കവും. കാരണം ഇതിപ്പോ ഈ അസംബ്ലി കിടന്നുകൊണ്ട് ഇവര് ഈ വെടിയില്ലാത്ത ഉണ്ട വെച്ചുകൊണ്ട് തോക്ക് കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ നിയമസഭ കൂടുമ്പോൾ നിയമസഭയിൽ അത് കാര്യപ്രസക്തമായി അത് അവതരിപ്പിക്കാൻ കഴിയണം. അവിടെ നടപടി ഉണ്ടാവണം. ഇവിടെ പുറത്തിറങ്ങി ഇവൻ കാറി പോകാൻ അവസരമുണ്ടല്ലോ. നിയമസഭ സമ്മേളിക്കുമ്പോൾ ഇവൻ കോക്കാമ്പിച്ച് കാണിച്ച് ഇറങ്ങി പോവുകയാണോ ചെയ്യേണ്ടുന്നത്? അതല്ലേ അത് നിയമസഭ കഴിഞ്ഞാൽ ഇവൻ ഇവിടെ കിടന്ന് കാറി കൂവി പ്രതിഷേധം നടത്താമല്ലോ. നിയമസഭയിൽ അത് കാര്യപ്രസക്തമായിട്ട് ആ വിഷയം വിത്ത് ഡോക്യുമെന്റൽ എവിഡൻസോടുകൂടി സപ്പോർട്ടോടുകൂടി അത് അവതരിപ്പിക്കേണ്ടത് വരും. ഇവന്മാർ അവിടെ കിടന്ന് സഭയിൽ കിടന്ന് കുത്തിമറിഞ്ഞ് ഇറങ്ങി പോരുക എന്ന് പറയുമ്പോൾ അതിന്റെ മറവിൽ എത്ര ബില്ലുകളാണ് അവർ പാസ്സാക്കി പോകുന്നത്? ഞാനിപ്പോ നമ്മളുടെ സംഭാഷണത്തിൽ ആദ്യം ഉദ്ധരിച്ച കാര്യങ്ങൾ തന്നെ ഇവർക്ക് അവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരിൽ തന്നെ പലരും പറയണത് പൂശി തകിടൊട്ടിച്ച കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണില്ല ഇവരാരും. അതെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.